ഒരു പ്രമേഹ രോഗി ഒരു ദിവസം എത്ര കലോറി ഭക്ഷണമാണ് കഴിക്കേണ്ടത്? മിക്കവാറും അധികം വ്യായാമമില്ലാത്ത, അതായത് മിതമായ വ്യായാമം ചെയ്യുന്നൊരു പ്രമേഹ രോഗിക്ക് പലപ്പോഴും 1500 കലോറി അഥവാ കിലോ കലോറി ഭക്ഷണമേ ആവശ്യമുള്ളൂ. വണ്ണം കൂടുതലുള്ള പ്രമേഹ രോഗി, അതല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വരുന്ന പ്രമേഹമില്ലാത്ത ആളുകൾക്ക് ഇതിൽ നിന്നും ഒരു 250 കലോറിയോളം കുറയ്ക്കാവുന്നതാണ്. എന്നിരുന്നാലും ഒരു 1500 കലോറി ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃത ആഹാരത്തിൽ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? പ്രമേഹ രോഗികൾക്കുള്ള 1500 കലോറി ഡയറ്റിൽ 1000 കലോറിയോളം, അതായത് 60% പിന്നെയും അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. അത് പലപ്പോഴും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് പഞ്ചസാര പോലുള്ളത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടും. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് തവിട് കൂടുതലായിട്ടുള്ള അരി, അതായത് ബ്രൗൺ റൈസ്, ഹോൾ ഗ്രെയിൻ ആട്ട, ഗോതമ്പ് മാവ് തവിടോട് കൂടിയത്, ഇതൊക്കെയാണ് ഹൈ ഗ്രെയിൻ, ഹൈ ഫൈബർ, മൾട്ടിഗ്രെയിൻ സാധനങ്ങൾ. ഇതെല്ലാം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ പതുക്കെ കൂട്ടത്തുള്ളൂ. ഇത് കൂടാതെ 15 തൊട്ട് 20% 1500 കലോറിയിൽ പ്രോട്ടീനിൽ നിന്നും 15 തൊട്ട് 20% ഫാറ്റിൽ നിന്നും, ഗുഡ് ക്വാളിറ്റി ഫാറ്റിൽ നിന്നുമാണ് വരേണ്ടത്. ഗുഡ് ക്വാളിറ്റി ഫാറ്റ് അഥവാ സാച്ചുറേറ്റഡ് ഫാറ്റ്, പൂരിത കൊഴുപ്പ് കുറച്ചുള്ള ഫാറ്റിൽ നിന്നാണ് നമ്മൾ പ്രമേഹ രോഗികൾക്ക് ആവശ്യമുള്ള കൊഴുപ്പ് കണ്ടെത്തേണ്ടത്. പ്രോട്ടീൻ നമ്മൾ എടുക്കുമ്പോൾ 2 തരത്തിലുള്ള പ്രോട്ടീനുണ്ട്. അനിമൽ സോഴ്സ് പ്രോട്ടീനും വെജിറ്റബിൾ സോഴ്സ് പ്രോട്ടീനും. രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അനിമൽ സോഴ്സ് പ്രോട്ടീനിൽ മുട്ടയുടെ വെള്ളയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ, എല്ലാ അമൈനോ ആസിഡുകളും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ. അതുതന്നെയാണ് ഫസ്റ്റ് ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് പറയുന്നത്. 100 ഗ്രാം മത്സ്യം എടുത്താലും 100 ഗ്രാം മാംസം എടുത്തു കഴിഞ്ഞാലും ഇതിൽ 16 തൊട്ട് 18 ഗ്രാം പ്രോട്ടീനും 100 ഗ്രാം പൾസസ് അഥവാ കടല, ചെറുപയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 15-16 ഗ്രാം പ്രോട്ടീൻ്റെ കണ്ടൻറ്റുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ദിവസം ഒരാൾക്ക് 1 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ്, അതായത് 60 കിലോ വെയിറ്റ് ഉള്ള ഒരാളിന് 60 ഗ്രാം പ്രോട്ടീനോളം കഴിക്കാം. പ്രമേഹ രോഗികൾക്ക് കിഡ്നിയുടെ തകരാറിൻ്റെ ആരംഭമുണ്ടെങ്കിൽ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ അരിച്ചു പോകുന്ന അവസ്ഥ വരികയാണെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് അല്പം കൂടെ കുറയ്ക്കേണ്ടതാണ്. പക്ഷേ മൂത്രത്തിൽ കൂടെ കൂടുതൽ പ്രോട്ടീൻ പോകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഭക്ഷണത്തിൽ കൂടെ കഴിക്കേണ്ടതായി വരും. എന്നിരുന്നാലും നമ്മൾ കഴിക്കുമ്പോൾ മാംസാഹാരവും മത്സ്യത്തിൽ നിന്നും പൾസസിൽ നിന്നും എല്ലാം കൂടെ ചേർന്നുള്ള സമീകൃതമായിട്ടുള്ള പ്രോട്ടീൻ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡയബറ്റിസ് ഉള്ള രോഗികൾക്ക് ഫ്രൂട്ട്സ് ആവാമോ ഇല്ലയോ എന്നുള്ളത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് എന്നുള്ളതനുസരിച്ചിരിക്കും പ്രമേഹ രോഗികൾക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നതും എപ്പോൾ കഴിക്കുന്നതെന്നുള്ളതും വളരെ പ്രധാനമാണ്. 3 മീഡിയം മീൽസും 3 സ്നാക്സും ആണ് ഡയബറ്റിസ് ഉള്ള ആളിന് ഏറ്റവും അഭികാമ്യം. 2 ഭക്ഷണത്തിനിടയിലുള്ള ചെറുതായിട്ടുള്ള അളവിൽ അധികം പഞ്ചസാര കൂടാതെ കഴിക്കുന്നതിനാണ് നമ്മൾ സ്നാക്സ് എന്ന് പറയുന്നത്. ഒരു 11-11:30 മണിക്കും 4-4:30 മണിക്കും രാത്രി ഭക്ഷണം കഴിച്ച ശേഷം കിടക്കുന്നതിന് മുൻപും ചെറിയ തോതിൽ ഫ്രൂട്ട്സ് എല്ലാ പ്രമേഹ രോഗികളും കഴിക്കേണ്ടതാണ്. ഇതിലേറ്റവും പറ്റിയ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ആപ്പിൾ. ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. 50ഓളം മാത്രമേ ആപ്പിളിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളൂ. ചെറുപഴം, നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന പാളയംകോടൻ പഴം, ഇല്ലെങ്കിൽ റോബസ്റ്റ പഴം, ഇതിലൊക്കെ വെള്ളം കൂടുതലും ഫൈബർ കണ്ടൻറ്റ് കൂടുതലും മധുരം കുറവുമുള്ളതാണ്. അതല്ലാതെയുള്ള പഴവർഗ്ഗങ്ങൾ, അതായത് മാമ്പഴം, പപ്പായ തുടങ്ങിയവ കഴിക്കുകയാണെങ്കിൽ വളരെ പരിമിതമായ അളവിൽ അത് അധികം പഴുക്കുന്നതിന് മുൻപേ കഴിക്കേണ്ടതാണ്. ഫ്രൂട്ട്സ് പലതും പഴുക്കും തോറും അതിൻ്റെ പഞ്ചസാരയുടെ അളവ് കൂടി വരുന്നുണ്ട്. ഏത്തപ്പഴം കഴിക്കുന്ന ആളുകൾ പലപ്പോഴും ഏത്തപ്പഴത്തിൽ പൊട്ടാഷ്യം കണ്ടൻറ്റ് നല്ലവണ്ണം കൂടുതലാണ്. ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുമ്പോഴും അതിൻ്റെ കലോറി വലുതായിട്ട് കൂടുന്നില്ല. എന്നിരുന്നാലും പകുതി ഏത്തപ്പഴം രാവിലെയും പകുതി വൈകിട്ടും പുഴുങ്ങിയെടുത്ത് പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെയും വൈകിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ഒരുമിച്ച് കഴിക്കുന്നതിനേക്കാളും പല നേരത്തായിട്ട് ഫ്രൂട്ട്സ് പല തവണയായിട്ട് കഴിക്കുന്നതാണ്